ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനമാകുകയാണ്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചലച്ചിത്രമേള ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. പലസ്തീൻ സിനിമകൾ മേളയിൽ ഉൾപ്പെടുത്തിയത് പലസ്തീൻ ജനതയോട് കേരളത്തിനുള്ള ഐക്യദാർഢ്യം വ്യക്തമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ അധ്യക്ഷ പ്രസംഗം നടത്തി. സ്ത്രീ സംവിധായകരെ പിന്തുണയ്ക്കുന്ന മേളയാണ് ഇത്തവണത്തേതെന്ന് മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്ത്, IFFK ലോക സിനിമ ഒരു ഫെസ്റ്റിവൽ കലണ്ടറിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ശ്രീമതി ഗോൾഡയ്ക്ക് മാത്രം ഒരു അത്ഭുതം ഉണ്ടാവും. ഇത്രയധികം ജനങ്ങളുടെ ഒരു സാമീപ്യം അവര് കാൻ ഫെസ്റ്റിവലൊന്നും കണ്ടു കാണാൻ വഴിയില്ല. ഈ വലിയ പ്രേക്ഷക പിന്തുണ, ഈ നഗരത്തിന്റെ പിന്തുണയാണ് നമ്മുടെ വിജയത്തിനെല്ലാം ആധാരം. സുപ്രസിദ്ധ തെന്നിന്ത്യൻ നടൻ ശ്രീ നാനാ പടേക്കർ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു. അന്താരാഷ്ട്ര മത്സര വിഭാഗം ജൂറി ചെയർപേഴ്സണും പോർച്ചുഗീസ് സംവിധായികയുമായ റീത്ത അസവെദോ ഗോമസ്, ലാറ്റിൻ അമേരിക്കൻ പാക്കേജ് ക്യൂറേറ്റർ ഫെർണാണ്ടോ ബ്രണ്ണർ, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ കെനിയൻ സംവിധായിക വസൂരി കഹിയു തുടങ്ങി അനേകം പ്രമുഖരും ചലച്ചിത്ര മേഖലയിലെ ഉന്നതരുമെല്ലാം ഉദ്ഘാടനത്തിന്റെ മാറ്റുകൂട്ടി. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ, പുതിയ പ്രമേയങ്ങൾ സ്വീകരിക്കാനും ലോകത്തുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ മലയാള സിനിമയിൽ അത് പല രീതിയിൽ സാങ്കേതിക വിദ്യയിൽ ഒക്കെ ആവിഷ്കരിക്കാനും മലയാള സിനിമയിൽ ഒരു പുതിയ ഒരു ആസ്വാദനശീലവും ഒക്കെ പ്രേക്ഷകരിൽ ഉണർത്താനും ഒക്കെ ഈ മേളകൾ ഇന്നോളമുള്ള അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ അന്വേഷണത്തിൽ ഞങ്ങൾ നോക്കുകയാണ്. ഇവിടെ ഡെലിഗേറ്റ്സിൻ്റെ ഒരു വലിയ പങ്കാളിത്തം തന്നെയാണ് മേളയുടെ ഏറ്റവും വലിയ ആകർഷണം. തീർച്ചയായും ഒരു ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവതരിപ്പിക്കപ്പെടുന്ന സിനിമകളുടെ മികവ് പ്രധാനമാണ്. ഒപ്പം പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ് അവരുടെ ഒരു ഡിസിപ്ലിൻ ഒക്കെ പ്രധാനമാണ്. അതിലൂടെയൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേളകളിൽ ഒന്നായിട്ട് നമ്മുടെ മേള മാറുന്നത്. ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ ആയിരുന്നു. 30-ലധികം അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം സുഡാനിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്നു. ഡെലിഗേറ്റായ ശ്രീ സഞ്ജയൻ, ഓപ്പണിംഗ് ചിത്രമായിട്ടുള്ള ഗുഡ് ബൈ ജൂലിയ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ അതും എന്തായാലും തിരക്കുണ്ടാവുമെന്ന് അറിയാം. എന്നാലും നേരത്തെ ചെന്നുകൊണ്ട് ആ സിനിമ കാണാനുള്ളൊരു ത്രില്ലാണ് നിലവിൽ ഞാനും എൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ തന്നെ നിലവിൽ നിൽക്കുന്നത്. $12,000 ഡെലിഗേറ്റുകളാണ് ഇത്തവണ ചലച്ചിത്രമേളയുടെ ഭാഗമാകുന്നത്. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 175 സിനിമകളാണ് തിരുവനന്തപുരത്തെ 15 തിയേറ്ററുകളിലായി പ്രദർശിപ്പിച്ചു വരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഡെലിഗേറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. വർഷങ്ങളായി മേള കാണുന്നവരും ആദ്യമായി മേളയ്ക്കെത്തിയവരും എല്ലാം മേളയെ ഗൗരവപൂർവ്വം തന്നെ കാണുന്നുണ്ട്. ഇത്തവണ രാവിലെ 8 മുതൽ റിസർവേഷൻ സൗകര്യം ആരംഭിച്ച് 70% സീറ്റുകൾ പൂർണ്ണമാകുന്നതുവരെയായിരുന്നു റിസർവേഷൻ അനുവദിച്ചിരുന്നത്. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയും ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ സി അജോയ്, പൊതുവിൽ ഫീഡ്ബാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഫുൾ റിസർവേഷൻ എന്നുള്ളത് 70% നമ്മൾ കൊണ്ടുവന്നത്. 30% ആളുകൾക്ക് അകത്ത് കയറാനുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. ക്യൂ നിന്ന് കയറാനുള്ള സംവിധാനം ഏർപ്പെടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണത്തെ സാംസ്കാരിക പരിപാടികൾ പലരും സജസ്റ്റ് ചെയ്തതുപോലെ ഇത്തവണ നമ്മൾ മാനവീയ വീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ എപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കിന് അനുസൃതമായിട്ടാണ് നമ്മൾ നമ്മുടെ മേള മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
കൈരളി, നിള, ശ്രീ എന്നീ തിയേറ്ററുകളുടെ ഓൾ ഇന്ത്യ ചുമതലയുള്ള ശ്രീ MM ഷാ. ഓരോ തിയേറ്ററിലും പരമാവധി പരിശീലനം സിദ്ധിച്ച വോളണ്ടിയേഴ്സിനെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങേയറ്റം നമ്മുടെ ഡെലിഗേറ്റ്സുമായി സൗഹാർദ്ദപരമായ ഒരു സമീപനം സ്വീകരിച്ച് മേള അങ്ങേയറ്റം വിജയകരമാക്കുക എന്നുള്ളതാണ് വോളണ്ടിയേഴ്സിൻ്റെ ഒരു കർത്തവ്യം. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് നമ്മുടെ മുഴുവൻ വോളണ്ടിയേഴ്സും. അതിജീവനം, പ്രണയം, ത്രില്ലർ തുടങ്ങി സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് മേളയിൽ ഉണ്ടായിരുന്നത്. സതേൺ സ്റ്റോം, പവർ അലി, ദി സ്നോ സ്റ്റോം, ഓൾ ദി സൈലൻസ്, ആഗ്ര, തടവ്, ഫാമിലി എന്നിവ മത്സര വിഭാഗത്തിലുള്ള ചിത്രങ്ങളാണ്. നിർമ്മാതാവായ ശ്രീ സുരേഷ് കുമാർ. കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് എല്ലാ ഫെസ്റ്റിവലിനും ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് പാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പല കുട്ടികളും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവരുടെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ സിനിമ കാണാനെത്തുന്നത്. സിനിമയോട് പാഷൻ തോന്നി വരുന്നവരാണ് ഈ കുട്ടികളൊക്കെ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഇപ്രാവശ്യം ഇത് ഇവിടെ നടപ്പാക്കുന്നത്. ഫാസിൽ റസാഖ് രചനയും സംവിധാനവും നിർവഹിച്ച തടവ്, ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലി എന്നിവയാണ് മലയാളത്തിലെ മത്സര ചിത്രങ്ങൾ. നടി ദിവ്യപ്രഭ. ഞാനും കൂടെ ഭാഗമായിട്ടുള്ള ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഹൗസ്ഫുൾ ആയിരുന്നു. ഭയങ്കര നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഉടനെ തന്നെ ഫിലിം തിയേറ്ററുകളിൽ എത്തുന്നതായിരിക്കും ഒരു ഫെബ്രുവരി ഒക്കെ ആയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര നല്ല ഓഡിയൻസ് ആയിരുന്നു. സമകാലിക ലോക ചലച്ചിത്ര ആചാര്യന്മാരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ മാസ്റ്റർ മൈൻഡ്സ്, മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച ക്രിസ്റ്റോസ് സന്യൂസിയുടെ റിട്രോസ്പെക്റ്റീവ് തുടങ്ങിയ പാക്കേജുകളും ഏറെ ആകർഷകമാണ്. കൂടാതെ കാലഡോസ്കോപ്പ്, ഹൊറർ വിഭാഗത്തിൽ 2 സിനിമകൾ എന്നിവയെല്ലാം കാണികൾക്ക് ഏറെ പുതുമ നൽകുന്നതാണ്. നിർമ്മാതാവായ ശ്രീ രഞ്ജിത്ത്. പൂർവാധികം ശക്തമായി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവലിന് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കൂടുതലും ഒരു നിരീക്ഷണ പാഠവത്തോടുകൂടി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘം കുട്ടികളെ കാണുന്ന ഒരു സന്തോഷമുണ്ട്. അത് സിനിമ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എഡ്ഗാർഡോ ഡെയ്ലക്, ഡാനിയൽ കസബെ എന്നിവർ സംവിധാനം ചെയ്ത ഒരു കുറ്റാന്വേഷകന്റെ ജീവിതം പറയുന്ന ചിത്രമാണ് സതേൺ സ്റ്റോം. വോളിബോൾ താരമായ പെൺകുട്ടിയുടെ അതിജീവനത്തെ ഇതിവൃത്തമാക്കിയ ലൈല ഹാലയുടെ പോർച്ചുഗീസ് ചിത്രമാണ് പവർ അലി. മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ടുപോയ ഖസാക്കിസ്ഥാൻ യുവാവിന്റെ കഥ പറയുന്നതാണ് ദി സ്നോ സ്റ്റോം. മേളയെക്കുറിച്ച് നടൻ ശ്രീ വിനയ് ഫോർട്ട്. ഒരുപാട് ഷോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരിക്കലും നമുക്ക് കിട്ടാത്ത ഒരു അനുഭവമായിരുന്നു ഈ മലയാളി ഓഡിയൻസിലൂടെ ഇത് പടം കണ്ട കാര്യം. സിനിമ തുടങ്ങുന്നത് പോലെ ചിരിയും കയ്യടിയും ബഹളമൊക്കെ ആയിട്ടൊരു ഒരു 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 വലിയ കമേഴ്ഷ്യൽ സിനിമ കാണുന്ന പോലെ നമുക്ക് ആ സിനിമ കാണാൻ പറ്റിയെന്ന് പറയുന്നിടത്താണ് ഞാൻ സന്തോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൺമറഞ്ഞുപോയ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരവർപ്പിക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. മേളയുടെ സ്ഥിരം സാന്നിധ്യമായ ശ്രീ നെടുങ്കാട് രാധാകൃഷ്ണൻ. തുടക്ക സമയത്തൊക്കെ കുറെ സോക്കാൾഡ് ബുദ്ധിജീവികളുടെ അതിക്രമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കുള്ള പടങ്ങളൊന്നും ഞാൻ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഈ ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ടുള്ള കുറെ ഷോ ഓഫുകളായിരുന്നു. അത് ക്രമേണ അതിന് മാറ്റം വന്നു. വിദ്യാർത്ഥിയായ ഋതിക്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ മീഡിയ സെല്ലിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ തവണ എനിക്ക് കുറേ പടങ്ങൾ കാണാൻ പറ്റില്ല, മിസ്സായി. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇനി ഇത്തവണ മാക്സിമം പറ്റുന്നത്ര പടങ്ങൾ കാണാൻ ഉദ്ദേശം. ഡെലിഗേറ്റായ വൃന്ദ. ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ ഉള്ള ഇത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ നൈറ്റ് വൈബ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം നന്നാണ്. പിന്നെ പറയുവാണെങ്കിൽ ടോട്ടലി അടിപൊളിയാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി അനേകം ചലച്ചിത്ര പ്രവർത്തകർ മേള ആഘോഷമാക്കി മാറ്റി. ചർച്ചയും സെമിനാറും നിരൂപണങ്ങളും അതിഥി കൂടിക്കാഴ്ചയുമെല്ലാം മേളയുടെ മാറ്റുകൂട്ടി. മേളയിലെ
കോമ്പിയറിംഗ് വിഭാഗത്തിലെ ചിലർ. എൻ്റെ പേര് ഇന്ദുകല എന്നാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നയാളാണ്. ഞാൻ ഇപ്പോൾ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഓഡീഷൻ കോള് കണ്ട് ഇതിന് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് വീണ്ടും മറ്റൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു, അതിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം 2-3 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും വന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല ജോലി ചെയ്യുന്ന ആളുകളും പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ പല ഇതിലുള്ള ആളുകളുണ്ട്. വളരെ നല്ലൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ചെയ്യുന്ന ആദ്യത്തെ ഒരു വർക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭയങ്കര നല്ലൊരു അനുഭവമാണ്. വർഷത്തോളം ഓൾ ഇന്ത്യ ഇൻചാർജായ ശ്രീ പ്രസാദ്. കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല വർഷങ്ങളിലായിട്ട് നിന്നവർ 40% ഒരു തുടർ പഴയ ആൾക്കാരാണ്. ഒരു 60% പേര് ഇപ്പം പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. സ്റ്റുഡൻസ് ആയിരുന്നാലും പുറത്തുനിന്ന് വന്നവർ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ വന്നവരാണ്. നല്ല രീതിയിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ സൗമ്യമായിട്ടാണ്. പിന്നെ നമ്മളവർക്ക് എന്തെങ്കിലും അങ്ങനെ തെറ്റ് വരാൻ പാടില്ലാത്ത രീതിയിൽ നമ്മളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത്തവണ ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല സുതാര്യമായിട്ടാണ് പോകുന്നത്. IFFKയുടെ ഡെയിലി ബുള്ളറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ശ്രീ രാഹുൽ. ഡെയിലി ബുള്ളറ്റിനിൽ പ്രധാനമായിട്ട് ഫെസ്റ്റിവലിന്റെ ഒരു മുഴുവൻ പരിച്ഛേദം എന്നുള്ള രീതിയിൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുപോലെ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളുടെ റിവ്യൂകൾ, അതുപോലെ ഡെലിഗേറ്റ്സിന്റെ അഭിപ്രായങ്ങൾ, ഫെസ്റ്റിവലിനെ ആകത്തുക എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഓർമ്മ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള രീതിയിലാണ് ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ തയ്യാറാക്കാറുള്ളത്. ഓരോ ദിവസവും കഴിയുന്ന പരിപാടികൾ അത് എല്ലാ ഡെലിഗേറ്റ്സിനും ഒരേ സമയത്ത് കാണാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതിന്റെ ഒരു ജിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് അറിയിക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഭാഗമായാണ് ദിവസവും ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട പരിപാടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡെയിലി ബുള്ളറ്റിനുകൾ തയ്യാറാക്കുന്നത്. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ 6 ക്യൂബൻ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചു വരുന്നത്. ക്യൂബൻ സംവിധായകരായ ഹോർസെ ലൂയിസ് സാഞ്ചസ്, അലഹാൻദ്രോ ഗിൽ, നിർമ്മാതാവ് റോസ മരിയ വാൽഡസ് എന്നിവരെല്ലാം മേളയുടെ അതിഥികളാണ്. തിരക്കഥാകൃത്തായ ആദർശ് സുകുമാരൻ. കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. IFFK എല്ലാ കൊല്ലവും പങ്കെടുക്കാറുണ്ടെങ്കിലും നമ്മുടെ സിനിമ വരുന്നത് എന്നായിരിക്കും എന്നുള്ളൊരു സ്വപ്നം പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സംഭവമാണ്. എനിവേ ഈ വർഷം കാതൽ IFFKയിൽ പ്രദർശിപ്പിച്ചു. പ്രേക്ഷകരിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. പോർച്ചുഗീസ് സംവിധായിക റീത്ത അസവെദോ ഗോമസ് ചെയർപേഴ്സൺ ആയ ജൂറിയാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച സിനിമകൾ തെരഞ്ഞെടുക്കുന്നത്. ഫിപ്രസി അവാർഡുകൾ, നെറ്റ്പാക്ക് അവാർഡുകൾ, KR മോഹനൻ അവാർഡ് തുടങ്ങിയവയ്ക്കെല്ലാം പ്രത്യേകം ജൂറി അംഗങ്ങളാണ്. ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി മുഖ്യ കഥാപാത്രമായ കാതൽ, വലസൈ പറവകൾ, ആട്ടം, എന്നെന്നും, ദായം, നീലമുടി, ആപ്പിൾ ചെടികൾ തുടങ്ങിയവയാണ് മലയാള ചിത്രങ്ങൾ. കാതൽ എന്ന ചിത്രത്തിലെ തങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സുധി കോഴിക്കോട്. ഞങ്ങളുടെ കാതലും IFFKയിൽ പ്രദർശിപ്പിക്കുന്നത് 3 ഷോസ് ഉണ്ട്. അതിനോട് ബന്ധപ്പെടുത്തി കൂടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരു 5-6 തവണ ഞാൻ IFFKയിൽ മുന്നേ വന്നിട്ടുണ്ട്. കൂടുതലും പോയിട്ടുള്ളത് IFFIയിലാണ്, ഗോവയിലാണ്. ഗോവയിൽ ഒരു 12-11 തവണ പോയി ഗോവയിൽ. അപ്പം ആളുകൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫെസ്റ്റിവലിൽ ആളുകൾ ഈ കാതലിനെ ഏറ്റെടുത്ത് അങ്ങനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക അഭിമാനവും ഒരുപാട് സന്തോഷവും തോന്നുന്നു. അപ്പം ഞാൻ പറയാം, ഞാൻ കാതലിൽ അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ കാതൽ കാണുമായിരുന്നു. കാതൽ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്തായാലും നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീഴുകയാണ്. ഒരാഴ്ച നീണ്ടുനിന്ന രാജ്യാന്തര മേള സമാപിക്കുമ്പോൾ അത്യാധുനികമായ സാങ്കേതിക വിദ്യയുടെ തിളക്കം സിനിമയിൽ കാണാനാകും. പുതുതലമുറയുടെ സിനിമയോടുള്ള സമീപനവും ആസ്വാദന തലത്തിലുള്ള മാറ്റങ്ങളും ദൃശ്യമാകും. സിനിമ ഓരോ രാജ്യങ്ങളിലെയും സംസ്കാരത്തിന്റെ, ജീവിതത്തിന്റെ, യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. പുതുമകളോടെ അടുത്ത ചലച്ചിത്രമേളയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.